ഡൽഹിയിലെ സംഘപരിവാർ ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 34ആയി. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് അക്രമങ്ങൾക്ക് കുറവുണ്ട്. കലാപബാധിത മേഖലകളിൽ നിന്ന് കൂട്ടപ്പലായനം തുടരുകയാണ്. കലാപത്തിന് ശേഷം പലയിടത്തും ആളുകൾക്ക് ഭക്ഷണം പോലും ലഭിക്കുന്നില്ല. പ്രശ്നബാധിത മേഖലകളിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തുകയാണ്. इनके पास खाने के लिए चावल नहीं है, ये कोई सपोर्ट नहीं है, ये कहा पानी के लिए भी तरस रहे हैं। ये कंडीशन है, सरेआम घुस आग लगा दी गई है। റഷീദുദ്ദീൻ ഉണ്ട് വിവരങ്ങളുമായി. റഷീദുദ്ദീൻ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ അക്രമം നടന്ന പ്രദേശത്താണല്ലോ ഇപ്പോൾ റഷീദുദ്ദീൻ ഉള്ളത്. എന്താണ് ഇപ്പോൾ അവിടെ കാണാൻ കഴിയുന്ന കാഴ്ച? ആളുകളുടെ കൂട്ടപ്പലായനം തുടരുകയാണോ? ഇപ്പോൾ ദൃശ്യങ്ങളിൽ പോലീസിന്റെയും പട്ടാളത്തിന്റെയും ഒക്കെ റൂട്ട് മാർച്ചുകൾ കാണുന്നുണ്ട്. സായികുമാർ, അങ്ങേയറ്റം ദുഃഖകരമായ അല്ലെങ്കിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾക്കിടയിലൂടെയാണ് ഇപ്പൊ കാലത്ത് മുതൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നത് പോലെ ചൌധരി ലോകേന്ദ്രയുടെ മകൾ ശിവാനിയുടെ കല്യാണം നടക്കേണ്ടിയിരുന്ന അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരുന്ന ഒരു ഭാഗത്താണ്. ഇവിടെ നമുക്ക് കാണാം ഒരു രസഗുള, അതുപോലെ ഗുലാബ് ജാമുൻ, അതുപോലെ മറ്റു ബാലുഷാഹി പോലെയുള്ള ഇവിടുത്തെ വളരെ കല്യാണ പന്തലുകളിൽ സാധാരണ ഉണ്ടാവാറുള്ള മിഠായികളും അതുപോലെ കാജറിന്റെ ഹലുവയും ഒക്കെ തയ്യാറാക്കുന്ന ഇതിന്റെ തിരക്കിനിടയിലാണ് ഇവിടെ ആക്രമണം നടന്നിരിക്കുന്നത്. അപ്പോൾ വളരെ വ്യക്തമായി തന്നെ ഇവിടെ ഈ ഒരു പ്രദേശത്തെ ആളുകൾ ഒരു പ്രത്യേക നേതാവിന് നേർക്ക്, ആം ആദ്മി പാർട്ടിയുടെ ഒരു നേതാവിന് നേർക്ക് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. താഹിർ എന്ന് പറയുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അയാളുടെ വീട്ടിന് മുകളിൽ നിറയെ നമുക്ക് തന്നെ നേരത്തെ കാണാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിന് മുകളിൽ നിറയെ പെട്രോൾ ബോംബുകളുടെ കുപ്പികൾ സൂക്ഷിച്ചിരുന്നു. അപ്പൊ ചില പ്രദേശങ്ങളിലെങ്കിലും നാം ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന കലാപത്തിന് വിരുദ്ധമായ ചിത്രങ്ങളുമുണ്ട്. ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക ഏരിയയിൽ കാണാൻ കഴിയുന്നത്, ഇവിടെയുള്ള ഒരു ഏകദേശം ഒരു കുറച്ച് കടകളൊക്കെ തന്നെ ഈ താഹിറിന്റെ വീടിന്റെ പരിസരത്തുള്ള മറ്റു വീടുകളൊക്കെ തന്നെ ഈ പെട്രോൾ ബോംബ് ആക്രമണത്തിൽ കത്തുകയും നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾ ഇവിടത്തുകാരനല്ല എന്നാണ് പറയപ്പെടുന്നത്. മറ്റു ഒരു പ്രദേശത്ത് നിന്ന് വന്ന ഒരു നേതാവാണ് ഇയാൾ നഗരസഭാ പരിഷത്തിൽ അംഗമാണ്. അപ്പോൾ വളരെ സ്വാധീനശേഷിയുള്ള വളരെ വലിയ വിശാലമായ ഷോറൂമുകളും സൗകര്യങ്ങളും ഉള്ള ഒരു വലിയ വീടിനുടമയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിന് താഴെ നിർത്തിയിട്ടിരുന്ന നിരവധി കാറുകൾ ഇപ്പൊ നമുക്ക് അഗ്നിക്കിരയാക്കിയത് കാണാം. അതുപോലെ വീടുകൾക്കകത്തേക്ക് കയറി ഈ പ്രത്യേക വീടിനകത്തേക്ക് കയറി പലതും ചുട്ടരിച്ചത് കാണാം. അപ്പോ പറഞ്ഞു വന്നത്, ഈ പ്രദേശത്ത് സംഘർഷാവസ്ഥ പൂർണ്ണമായി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ചിത്രത്തിൽ നമുക്ക് കാണാവുന്ന ഏറ്റവും പിറകിൽ നടന്നു വരുന്ന ആളാണ് ചൌധരി ലോകേന്ദ്ര. അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹ വേദിയിലേക്കായിരുന്നു ഈ ആക്രമണം നടന്നത്. ഈ വിവാഹ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരുന്ന ആളുകളൊക്കെ തന്നെ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ വീട്ടിന്റെ താഴത്തെ നിലയിൽ പാർക്ക് ചെയ്തിരുന്ന നിരവധി കാറുകൾ കൂട്ടത്തോടുകൂടി അഗ്നിക്കിരയാക്കിയത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇതിന് തൊട്ട് മുമ്പിലുണ്ടായിരുന്ന ഒരു ചായക്കടക്കാരന്റെ വീട്, അദ്ദേഹം കരയുന്ന ദൃശ്യങ്ങളാണ് ഒരുപക്ഷെ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചായക്കടക്കാരന്റെ കട, അതിനകത്തുള്ള മുഴുവൻ സാധനങ്ങളും അക്രമികൾ അടിച്ചു തീർത്തിട്ടുണ്ട്. അപ്പൊ പുറത്തുനിന്ന് വന്ന അക്രമികളും ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ചിലർ അവരുടെ വീടുകളുടെ മുകളിൽ നിന്നുകൊണ്ട് സ്വാധീനശേഷിയുള്ള ചിലർ ഈ അക്രമികളെ ആക്രമിക്കാനോ വരുന്ന ആളുകളെ തുരത്താനോ അല്ലെങ്കിൽ പരിസരത്തുള്ള മറ്റു വീടുകൾ ആക്രമിക്കാൻ പോലുമോ തയ്യാറായിരുന്നു. ഒരർത്ഥത്തിൽ ഈ താഹിറിനെ പോലെയുള്ള ആളുകളെ കണ്ടെത്തുകയും അവർ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടതും ആവശ്യമാണ് എന്ന് വ്യക്തമായി വിരൽ ചൂണ്ടുന്ന ഒരു സാഹചര്യം ഈ ഒരു പരിസരത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിരവധി വീടുകളിലുള്ളവരാണ് പരിസരത്ത്, നമ്മുടെ ഈ റോഡിന്റെ എതിർദിശയിലുള്ള വീടുകളിലൊക്കെ ഉള്ളവർ ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പരാതികളാണ് ഉന്നയിക്കുന്നത്. അയാൾ ഇപ്പോൾ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് പോയിരിക്കുന്നു. ഇവിടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല, അടഞ്ഞു കിടക്കുന്നു. വലിയൊരു വീടാണിത്. ഈ വീട്ടിൽ അടഞ്ഞു കിടക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റഷീദുദ്ദീൻ, ഇപ്പോഴും ആ തീ അണഞ്ഞിട്ടില്ല, പലയിടത്തും പുക ഉയരുന്നുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണമായും ഇങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അതോ അവിടെ ഇപ്പോൾ ആളുകളുണ്ടോ? അവരൊക്കെ അവിടെ നിന്ന് പലായനം ചെയ്തോ? എന്താണ് ഇപ്പോൾ അവിടെ നേരത്തെ താമസിച്ചിരുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? ഇവിടെ ആളുകൾ ഇതിന്റെ അകത്തേക്ക്, ഇപ്പൊ നമ്മൾ ഈ ഗലിയുടെ ഒരു ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടത്, നേരത്തെ കാണിച്ചതുപോലെ അവിടെ രണ്ട് സമുദായത്തിൽപ്പെട്ട ആളുകളും വലിയൊരളവോളം യോജിപ്പോടുകൂടി താമസിച്ച ഒരു മേഖലയാണ്. അവിടെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രത്യേക സമുദായത്തിന്റെ സ്ഥാപനങ്ങൾ മാത്രമാണ് തെരഞ്ഞുപിടിച്ച് തീയിടുകയും അല്ലെങ്കിൽ കൊള്ളയടിക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റുള്ള ആളുകളുടെ സ്ഥാപനങ്ങൾ വലിയൊരളവോളം അവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് കടക്കും തോറും റോഡിന് ഇരുവശവുമുള്ള ഏതാണ്ട് എല്ലാ കടകളും ആക്രമിക്കപ്പെടുകയോ തീവക്കപ്പെടുകയോ ചെയ്ത ഒരു ചിത്രമുണ്ട്. കുറെ കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തീർത്തും
പ്രവേശിക്കാൻ കഴിയാത്ത ചില മേഖലകൾ ഇപ്പോഴുമുണ്ട്. അങ്ങോട്ടേക്കാണ് പോലീസിന്റെ ഇപ്പോൾ നാം നേരത്തെ അല്പസമയം മുമ്പ് കാണിച്ച റൂട്ട് മാർച്ച് കടന്നുപോയിരിക്കുന്നത്. ആ പ്രദേശങ്ങളിൽ ഇപ്പോഴും ആളുകൾ വളരെ ഭയചകിതരായി, എന്നാൽ ഏറ്റുമുട്ടലിനുള്ള തയ്യാറെടുപ്പുകളോടുകൂടി കല്ലും വടിയും മറ്റു ആയുധങ്ങളുമായി കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ആരെയും അവർ പ്രവേശിക്കാൻ അനുവദിക്കുന്നുമില്ല. അപ്പൊ ആ ഒരു സാഹചര്യം ഇവിടെ ചില മേഖലകളിലെങ്കിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ മേഖല പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. റഷീദുദ്ദീൻ, ഇപ്പോൾ സംഘർഷം പൂർണ്ണമായും ഒഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? റഷീദ് സൂചിപ്പിച്ചതുപോലെ മറ്റു പലയിടത്തേക്കും ഇപ്പോഴും പ്രവേശിക്കാൻ പോലും ആകുന്നില്ല. അപ്പോൾ പലയിടത്തും ഇപ്പോഴും സംഘർഷ സമാനമായ സാഹചര്യം ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. സംഘർഷ സമാനമായ സാഹചര്യം എന്നതിനേക്കാൾ ഉപരി കഴിഞ്ഞ സംഭവത്തിന്റെ ഒരു ഷോക്കിൽ ജനങ്ങൾ പലപ്പോഴും ഇനിയും എന്ത് ചെയ്യണമെന്നറിയാതെ പുറത്തു കടക്കാനാവാതെ, ഇപ്പൊ ഞാൻ ചില വീടുകളിലൊക്കെ ഇപ്പൊ സന്ദർശിച്ചപ്പോ 4-ലേറെ ദിവസമായിട്ട് കുട്ടികൾക്ക് പാല് കിട്ടാത്ത വീടുകളുണ്ട്, ഭക്ഷണം ലഭിക്കാത്ത ആളുകളുണ്ട്. അവരൊക്കെ തന്നെ ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്ന് പൊട്ടിക്കരയാണ്. അപ്പൊ അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്ന് വരുന്ന എന്തിനേയും ഭയപ്പാടോടെ നോക്കിയിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലേക്ക് കടക്കുന്ന ആളുകൾ ഇപ്പൊ മാധ്യമപ്രവർത്തകരാണെങ്കിൽ പോലും അവരെ പൂർണ്ണമായും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്ഥിതി ആ പ്രദേശത്തില്ല എന്നതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ ഭയചകിതരായ ആളുകളുടെ ഒരു സംഘർഷാവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതൊഴിച്ചു കഴിഞ്ഞാൽ ഏറ്റുമുട്ടലുകൾ വിഭാഗം തിരിഞ്ഞ് ചേരി തിരിഞ്ഞ് ആളുകൾ ഏറ്റുമുട്ടുന്ന കാഴ്ച വലിയൊരളവോളം ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം. റഷീദുദ്ദീൻ, അതുപോലെ അധികൃതരുടെ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് എത്രമാത്രം പതിഞ്ഞിട്ടുണ്ട്? ചിലയിടങ്ങളിൽ, ചില പ്രദേശങ്ങളിൽ ഡൽഹി മുഖ്യമന്ത്രിയൊക്കെ സന്ദർശിക്കുകയും സമാധാനത്തിന് ആഹ്വാനം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഈ പറയുന്ന പ്രദേശങ്ങളിലേക്കൊക്കെ അത്തരം സന്ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇവിടെയൊന്നും ഇപ്പോഴും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ആരും തന്നെ ഈ പ്രദേശത്തേക്ക് സന്ദർശനത്തിന് എത്തിയിട്ടില്ല. അത്തരമൊരു ചിത്രമാണ് ഇവിടെയുള്ളത്. ജനങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് സമാധാന യാത്രകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശാന്തി സന്ദേശ യാത്രകളോ ഒന്നും തന്നെ ഇവിടെ ആരംഭിച്ചിട്ടുമില്ല. പോലീസിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ മാത്രമാണ് ഇപ്പോഴും ഈ പ്രദേശങ്ങളുള്ളത്. സായികുമാർ. റഷീദുദ്ദീനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ പുറത്തുവരാത്തതിലും വലിയ ഭീകരതയാണ് ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. പലയിടത്തും ഇപ്പോഴും അധികൃതർ എത്തിയിട്ടില്ല. അതിസങ്കീർണമാണ് സാഹചര്യം. വലിയ അത്യന്തം ദുഃഖകരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. റഷീദുദ്ദീൻ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണുന്നത് പലായനം ചെയ്യുകയാണ്. കയ്യിൽ കിട്ടുന്നതൊക്കെ എടുത്ത് അവിടം വിടുകയാണ് ആളുകൾ. ഇത് ഇന്ന് തുടങ്ങിയതായിരിക്കില്ല, ഈ കലാപം തുടങ്ങിയ അന്ന് തുടങ്ങിയതായിരിക്കും. അത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും. കാരണം ആളുകൾ പലായനം ചെയ്യുന്നത് വലിയൊരളവോളം ഈ പ്രദേശത്തേക്ക് മറ്റ് ഭക്ഷ്യവസ്തുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാഥമിക സൗകര്യങ്ങളോ ഒന്നും തന്നെ എത്തിക്കാൻ കഴിയുന്ന ഒരു ചിത്രമില്ല. റോട്ടിൽ നിറയെ കല്ലുകളാണ്. വാഹനങ്ങൾക്ക് കടന്നുപോകാൻ തന്നെ വലിയ പ്രയാസമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആളുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, കുട്ടികൾക്ക് പാല് കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ആളുകൾ അവർ വലിയൊരളവിൽ ഇവിടെ വിട്ടു സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളുടെയോ ഒക്കെ വീടുകളിലേക്ക് പോകുന്നത് നമുക്ക് റോട്ടിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും സ്വന്തം വീടുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ധാരാളം നമുക്ക് മട്ടുപ്പാവിലൊക്കെ നിൽക്കുന്നത് കാണാൻ കഴിയും. ആളുകൾ ഇപ്പോഴും ഈ പ്രദേശത്തുണ്ട്, പൂർണ്ണമായും വിട്ടുപോയിട്ടില്ല. എന്നാൽ അതിന്റെ ഉൾപ്രദേശത്ത് നിന്ന്, അതായത് കരാവൽ നഗറിന് അകത്ത് നിന്നാണ് ആളുകൾ പുറത്തേക്ക് ബെഡും മറ്റു അവരുടെ ബാഗും മറ്റു സൗകര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റഷീദുദ്ദീൻ, അവിടെ ഒരു തിരിച്ചുവരവ് എന്നുള്ളത് എത്രമാത്രം ദുഷ്കരമാണ്. കാരണം അവരുടെ ജീവനോപാധികളെല്ലാം നശിപ്പിച്ചിരിക്കുന്നു, വീടുകൾ നശിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ഇനി ഒരു തിരിച്ചുവരവ് എന്നുള്ളത് എത്രമാത്രം ദുഷ്കരമാണ്? തിരിച്ചുവരവ് ഒരർത്ഥത്തിൽ അവരിൽ ഒരു വ്യക്തി എന്നോട് അല്പസമയം മുമ്പ് സംസാരിച്ച ഒരാൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ സമ്പത്ത്, വീട്, ഇതൊക്കെ തന്നെ തിരിച്ചു പിടിക്കാൻ കഴിയുമെങ്കിൽ പോലും ഈ പ്രദേശത്ത് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ബന്ധം, ആ ബന്ധം പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നു. അവിശ്വാസം വർദ്ധിച്ചിരിക്കുന്നു. സാമൂഹിക അന്തരീക്ഷം ചരിത്രത്തിലൊന്നും ഉണ്ടായിട്ടില്ലാത്ത വിധം വളരെ മോശമായിരിക്കുന്നു. ആ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇനി തിരിച്ചു പിടിക്കുക അസാധ്യമാണ് എന്നാണ് ഇവർ പറയുന്നത്. റഷീദുദ്ദീനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അത്യന്തം ദുഃഖകരമായ കാഴ്ചകളാണ് ഡൽഹിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. സംഘർഷങ്ങൾക്ക് നേരെയായി വന്നിട്ടുണ്ടെങ്കിലും സംഘർഷമുണ്ടാക്കിയ ആഘാതത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് ഓരോ ഭാഗത്തു നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ നാശനഷ്ടങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട് പല മേഖലകളിലും. അധികൃതർക്ക് ഇപ്പോഴും പലയിടത്തും അങ്ങോട്ടേക്ക് ആളുകൾക്ക് ഇതുവരെ അധികൃതരോ രാഷ്ട്രീയ നേതാക്കളോ ഒന്നും അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല. പലയിടത്തും ആളുകൾ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളാണ് വരുന്നത്. അവിടെയുള്ള ഒരു ചായക്കടക്കാരൻ, അദ്ദേഹത്തിന്റെ ജീവനോപാധിയായ ചായക്കടയൊക്കെ കലാപകാരികൾ അഗ്നിക്ക് ഇരയാക്കിയിരുന്നു. ജീവനോപാധി നഷ്ടപ്പെട്ടതിലുള്ള സങ്കടമാണ് മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ അവർ പൊട്ടിക്കരയുന്നത്. ഇങ്ങനെ എല്ലായിടത്തും
കരച്ചിലിന്റെ ഒരു അന്തരീക്ഷം തന്നെയാണ് കാണാനുള്ളത്. വലിയ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നു. ഇപ്പോഴും അധികൃതർക്ക് പോലും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ ആരും തന്നെ എത്തിപ്പെടാത്ത കുറെ അധികം ഇടങ്ങൾ ഇത്തരത്തിൽ ഡൽഹിയിലുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ ഇതുവരെ കണ്ട രീതിയിലുള്ള കലാപമല്ല, അതിനേക്കാൾ എത്രയോ ഭീകരമായ സംഭവങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അത്രമേൽ വലിയ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരപ്രകാരം 34 പേരാണ് മരിച്ചത്. 200-ലധികം പേർ ഇപ്പോഴും ആശുപത്രിയിലുണ്ട്. അവരിൽ പലരുടെയും നില ഗുരുതരമാണ്. ഒരുപക്ഷെ മരണസംഖ്യ കൂടാനുള്ള സാധ്യതയുണ്ടെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ആളുകളുടെ പലായനം, ഈ സംഘർഷം ഉണ്ടായ അന്ന് തന്നെ ആളുകൾ സ്ഥലം വിട്ട് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറിയിരുന്നു. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം, പലയിടത്തും സംഘർഷം ഉണ്ടാകുമ്പോൾ പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സംഘർഷങ്ങൾ കയവുന്നതോടുകൂടി തന്നെ സുരക്ഷിത ഇടങ്ങളിലേക്ക്, കാരണം അവരുടെ വീടും അവരുടെ സമ്പാദ്യവും എല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ടു. ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ അവിടങ്ങളിൽ നിന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ആളുകൾ പോകുന്ന കാഴ്ചയാണ് പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണുന്നത്. ഈ സംഘർഷം ഉണ്ടായപ്പോൾ മുതൽ തന്നെ അവിടെ നിന്ന് ആളുകളുടെ പലായനം തുടങ്ങിയിരുന്നു. പിന്നീട് പോലീസിന്റെയും ഒക്കെ നിയന്ത്രണമുണ്ടായിരുന്നു ചിലയിടങ്ങളിലേക്ക് പോകുന്നതിലൊക്കെ. അത് അല്പം അയവ് വന്നപ്പോഴാണ് ആളുകൾ കൂട്ടത്തോടെ അവിടെ നിന്ന് പലായനം ചെയ്യുന്നത്. ഏതായാലും ഡൽഹിയുടെ ഉൾഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഉണ്ടായത് എന്നുള്ളതിന്റെ നേർചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഈ ദൃശ്യങ്ങളിൽ ഉള്ളത്. റഷീദുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.